ജനാധിപത്യം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹരമാണ്, വല്ലാത്തൊരു വികാരമാണ് അതിനോട്. നമ്മൾ ഭാരതീയർക്ക് ജനാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു അഭിമാനമുണ്ടാകും. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഭരിക്കുന്ന രാജ്യം, ജനങ്ങൾക്കാണ് അവിടെ പ്രസക്തിയുള്ളത്, പൊതുജനമാണ് അവിടെ എല്ലാം. നമ്മൾ സ്കൂൾ തലത്തിൽ ജനാധിപത്യം എന്ന് നമ്മുടെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവിച്ചിരുന്നു. 2014 നരേന്ദ്രമോദിയും കൂട്ടരും അധികാരത്തിലേറിയതിനു ശേഷം ജനാധിപത്യം എന്ന് പറയുന്നത് തടവറയിലുള്ള ഒരു തടവുകാരനോട് നിന്നെ തുറന്നു വിടാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നതിനോട് തുല്യമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ജനാധിപത്യം എന്ന് കേൾക്കുന്നത്. കാരണം ജനാധിപത്യം പരിപൂർണമായും തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തരത്തിലും അതിനെ രക്ഷിക്കാൻ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്കോ മറ്റുള്ളവർക്കോ സാധിക്കാത്ത ഒരവസ്ഥയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴിതാ തുറന്നു പറഞ്ഞിരിക്കുകയാണ് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാം മാധവ്. മാധ്യമപ്രവർത്തകനായിട്ടുള്ള സന്തോഷ് കുമാറിന്റെ ഇന്ത്യ എങ്ങനെ മോദിമയമായി എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് രാം മാധവ് ജനാധിപത്യ വിരുദ്ധ പ്രസ്താവന നടത്തുന്നത്, അല്ലെങ്കിൽ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി തിരഞ്ഞെടുപ്പുകളൊന്നുമില്ലെങ്കിൽ പോലും BJP അധികാരത്തിലേറും എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, രാജ്യത്തൊരു തിരഞ്ഞെടുപ്പും നടന്നില്ലെങ്കിൽ പോലും BJP അധികാരത്തിലേറും എന്നതാണ് രാം മാധവ് പറഞ്ഞിട്ടുള്ള കാര്യം. BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, RSSന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് പരസ്യമായി ജനാധിപത്യ വിരുദ്ധ പ്രസ്താവന നടത്താൻ ഈ രാജ്യത്ത് തയ്യാറായി എന്നുള്ളത് തന്നെയാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നുള്ളത്. പരസ്യമായി പച്ചക്ക് BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പുകൾ ആവശ്യമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക: രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളിൽ നമ്മൾ വിലമതിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് അവരുടെ കീഴിലായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഉത്തമ ബോധത്തിലാണ് കൃത്യമായ ഒരു പ്രസ്താവന നടത്താൻ രാം മാധവ് മുന്നിട്ടിറങ്ങിയത്, തുനിഞ്ഞിറങ്ങിയത്. എത്രത്തോളം ദേഷ്യപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പില്ലെങ്കിലും ഈ രാജ്യത്ത് BJP അധികാരത്തിലേറും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ജനാധിപത്യത്തിന്, അദ്ദേഹം പറയുന്നുണ്ട് ആ പ്രസംഗത്തില്, ജനാധിപത്യത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ച മാറ്റം? ആൾക്കൂട്ട കൊലപാതകമാണോ? സാമ്പത്തിക തകർച്ചയാണോ? ഭരണകൂട ഭീകരതയാണോ അദ്ദേഹം ഉദ്ദേശിച്ച ജനാധിപത്യത്തിന്റെ മാറ്റങ്ങൾ? അദ്ദേഹം ആ പ്രകാശന ചടങ്ങിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്യമായി ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ജനാധിപത്യ വിരുദ്ധമാണ്. നടപടിയെടുക്കാൻ അധികൃതർക്ക് ധൈര്യമുണ്ടോ? BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പച്ചക്ക് പറഞ്ഞിരിക്കുന്നു, BJPക്ക് ഇനി അധികാരത്തിലേറാൻ തിരഞ്ഞെടുപ്പ് വേണ്ട എന്ന്. രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് തകർന്നു പോയിരിക്കുന്നു, മാഞ്ഞു പോയിരിക്കുന്നു. ഇനി ജനാധിപത്യം പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ശക്തമായ രീതിയിൽ തിരിച്ചു വരണം, കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ രാജ്യം ചില ആളുകൾ തീരുമാനിക്കുന്നത് പോലെയായി പോകും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്. We'll be right back.